സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള 5 വാക്യങ്ങൾ. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 35. മതി. വലിയ വലിയ സന്തോഷമുള്ള ഒരു തിരുവചന ഭാഗം. ഞാൻ ഇങ്ങനെ പാസ്റ്റർ പറഞ്ഞെങ്കിലും അല്പം ശാന്തമായിട്ടാണ് പറയുന്നത്. അതിന് വിരോധമുണ്ടോ? അറിയണോ? എന്നിട്ട് വേണം ശബ്ദം കൂട്ടണമെന്നറിയാൻ. പക്ഷേ പണ്ടേ നമ്മൾ അറിയാൻ തോന്നുന്നല്ലേ, ബാംഗ്ലൂരൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ പോകണോ? ശബ്ദം എടുത്ത് പറയണോ? ഇങ്ങനെ പോയപ്പോരേ അവിടെ കേൾക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധയോടിരിക്കുകയും വേണം, ഉറങ്ങരുത്. സ്തോത്രം. ആൾ പറയാറുണ്ട്, ഈ ഉറങ്ങുമ്പോൾ അവരെയെല്ലാം കൊണ്ടൊരു ഹല്ലേലിയൊക്കെ പറയിപ്പിക്കണം. ഉറങ്ങുന്നവൻ പറയേണ്ടതാണോ ഹല്ലേലിയ? അവനുറങ്ങട്ടെ. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഈ സഭായത്തിനൊന്ന് ആളുകൾ ഉറങ്ങുന്നത്? എൻ്റെ പ്രധാന വിഷയം, അവരൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സുരക്ഷിതത്വം. ഉറങ്ങട്ടെ. ഉറക്കം കിട്ടാത്തവരോട് ഒന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ വളരെ സെക്യൂറാണ്. അതുകൊണ്ടാണ്. അതെൻ്റെ ഒരു സമാധാനമാണ്. ഉറങ്ങിക്കൂ ധൈര്യമായിട്ട്. ബാക്കി ആളുകൾ ശ്രദ്ധിക്കണം. ഇത് ഗോസ്പൽ ഓഫ് ജോൺ 4-ാം സുവിശേഷം. 4 സുവിശേഷങ്ങളിൽ 4-ാമത്തേതാണ്. ഒരു വ്യത്യസ്ത സുവിശേഷമാണ്. ആക്ച്വലി ഇല്ലിറ്ററേറ്റ് ആയൊരു മനുഷ്യൻ്റെ എഴുത്താണ്. ഇല്ലിറ്ററേറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം എഴുത്തും വായന അറിയാം, സ്കോളറല്ല. ബൈബിളിൽ തന്നെ ഉണ്ട്, യോഹന്നാനും പത്രോസും പഠിപ്പില്ലാത്തവരും സാധാരണ മനുഷ്യരുമായിരുന്നു. അപ്പോൾ എന്താ ഗോസ്പൽ അല്ലെങ്കിൽ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ? ഓർഡിനറി പീപ്പിൾസ് പെർഫോമിങ് എക്സ്ട്രാ ഓർഡിനറി വർക്ക്. അസാധാരണ പ്രവൃത്തി, സാധാരണ മനുഷ്യൻ്റെ അസാധാരണ പ്രവൃത്തിയാണ് നമുക്ക് ഈ പുസ്തകത്തിലെല്ലാം കാണാൻ പറ്റുന്നത്. അപ്പോൾ അസാധാരണ പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ആദ്യം പറയേണ്ടത്, ഞാനൊരു സാധാരണ മനുഷ്യൻ, എൻ്റെ കൃപ അടിയന് വേണം, അങ്ങയുടെ ശക്തി അടിയന് വേണം, അങ്ങയുടെ സാന്നിധ്യം അടിയന് വേണം. മസിൽ പിടിച്ചിരുന്ന സാധാരണ പ്രവൃത്തി പോലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ദൈവസ്ഥാനിൽ താഴണം. കർത്താവേ, നിൻ്റെ വലിയ പ്രവൃത്തിക്ക് എന്നെ ഒരു ചാലക ശക്തിയാക്കണമേ. പ്രാർത്ഥനയോടിരിക്കുന്നവർക്ക് വചനം വലിയ വിടുതലയക്കും. നീറിപ്പുകയുന്ന ഹൃദയങ്ങൾക്ക് വലിയ വിടുതലാണ് ഇന്ന് വചനം തരാൻ പോകുന്നത്. വചനത്തിൻ്റെ സുശക്തമായ ആ ഇടപെടലേക്ക് ഒക്കെ പ്രാർത്ഥനയോടെടുത്ത് വരണം. വചനത്തിൻ്റെ കേൾവി രോഗശാന്തിയാണ്. വചനം വ്യഥകളെ അതിജീവിക്കുന്ന ഒരു പുത്തൻ ഉണർവാണ്. വചനം തരുന്ന ആ ഉണർവിൽ വേണം നമ്മൾ അഭിരമിക്കാൻ നിലകൊള്ളാൻ. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ചൊന്ന് പഠിച്ചും ഗ്രഹിച്ചും മനസ്സിലാക്കിയും പോകണം. പഠനം നടക്കണം, ധ്യാനം നടക്കണം, വിടുതൽ നടക്കണം, ഉണർവുണ്ടാകണം. ഇതെല്ലാം ഇതിൽ വേണം. അങ്ങനെയല്ലേ? അപ്പോൾ ഈ സുവിശേഷം ആക്ച്വലി യേശുവിൻ്റെ ജീവചരിത്രമല്ല. യേശുവിൻ്റെ ജീവചരിത്രം എഴുതാൻ പറ്റില്ല. അത് യോഹന്നാനാണ് പറഞ്ഞത്. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്, അത് റെക്കോർഡ് ആക്കാൻ പറ്റില്ല. ആ എഴുതിയ കൃതികൾ ലോകത്ത് തന്നെ ഒതുങ്ങില്ല. അപ്പോൾ 33.5 വയസ്സ് വരെ ജീവിച്ചിരുന്ന, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സുപ്രധാനങ്ങളായ പല കാര്യങ്ങൾ യോഹന്നാൻ എഴുതിയില്ല. യോഹന്നാൻ എഴുതാതെ വിട്ടത്
യേശുവിൻ്റെ കന്യകാജനനം ഈ പുസ്തകത്തിൽ ഇല്ല. യേശുവിൻ്റെ ഈജിപ്തിലേക്കുള്ള പലായനം ഈ പുസ്തകത്തിൽ ഇല്ല. നസ്രത്തിലെ വളർച്ച ഈ പുസ്തകത്തിൽ ഇല്ല. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ നടന്ന സംവാദം ഈ പുസ്തകത്തിൽ ഇല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 30-ാം വയസ്സിൽ യേശു എന്ത് ചെയ്തു തുടങ്ങി. അതിനുമുമ്പ് പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ് പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ജഡമെടുത്തു വന്ന യേശുവിൻ്റെ 30-ാം വയസ്സിൽ ആരംഭിച്ച് 33.5 വയസ്സിൽ യേശുവിൻ്റെ ഔദ്യോഗിക ശുശ്രൂഷ പര്യവസാനിക്കും വരെയുള്ള 3.5 കൊല്ലങ്ങളാണ് ഈ സുവിശേഷം. ഈ 3.5 കൊല്ലങ്ങളും ഇതിലില്ല. ഈ 3.5 കൊല്ലങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്ത 10 മുതൽ 12 വരെ ദിവസങ്ങൾ. ഹൗ ജീസസ് സ്പെൻഡ് ഹിസ് 12 days, 10 to 12 days during his earthly ministry. ഇഹലോകത്തിലെ ശുശ്രൂഷയിൽ യേശുവിൻ്റെ 12 ദിവസങ്ങൾ, 10 മുതൽ 12 വരെ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം വിവാദമായി. 18 വയസ്സുള്ളൊരു പയ്യൻ, അവൻ ആവശ്യത്തിലധികം സൗണ്ട് എടുത്ത് എൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്നു. ഞാനവനെ വഴി കണ്ടപ്പോൾ ചോദിച്ചു, ജേക്കപ്പ എങ്ങനെ എന്നാണ്ട് വാർത്തൊക്കെ? കൃപയാൽ സന്തോഷമായിരിക്കുന്നു സാർ, ഇപ്പോൾ എവിടാ? ഞാൻ ചോദിച്ചു, നീ കോഴിപ്പൂവനെ ജീവനോടെ വിഴിഞ്ഞോ? ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കോഴിപ്പൂവൻ അലയ്ക്കുന്ന പോലൊരു സൗണ്ട്. ലേലുയാ. അപ്പോഴേ 10 അല്ലെങ്കിൽ 12 ദിവസങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. എന്നിട്ട് റെഗുലറായ 12 ദിവസമല്ല, പലയിടത്തു നിന്നെടുത്ത 12 ദിവസം. ഈ 12 ദിവസങ്ങളെ കുറിച്ചെഴുതാൻ യോഹന്നാൻ ചിലവഴിച്ചത് 21 അധ്യായം. ആലോചിച്ച് നോക്കി, 21 അധ്യായം. ഈ മറ്റൊരു കാര്യം കാണാം. ഇതിൽ യേശുവിൻ്റെ ഉപമകളില്ലാത്തൊരു സുവിശേഷം. ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകും നിങ്ങൾക്ക്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങൾ പറയുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഇങ്ങനെയൊക്കെ ഇല്ലേ? ഉപമയല്ലേ? അത് ഉപമയല്ല. ഉപമയാകാൻ മലയാളത്തിൽ പോലെ എന്നൊരു പദം വേണം, ലൈക്ക്. ഞാൻ നല്ല ഇടയനെ പോലെ എന്നല്ല, ഞാനാണ് ഈ നല്ല ഇടയൻ, ഞാനാണ് ഈ ജീവൻ്റെ അപ്പം. അതുകൊണ്ട് ഉപമയില്ലാത്ത സുവിശേഷം. ഇനി യേശുവിൻ്റെ മിറാക്കിൾ കാര്യമായി ശ്രദ്ധിക്കാത്ത പോയൊരു സുവിശേഷം. 8 മിറാക്കിൾസ് എഴുതിയിട്ടുള്ളൂ. യോഹന്നാൻ മറ്റൊന്നുകൂടി ചെയ്തു. മിറാക്കിൾ എന്ന് പരിഭാഷപ്പെടുത്താൻ നമ്മളെ ആരെ അനുവദിക്കാത്തൊരു പദമാണ് ഉപയോഗിച്ചത്. പ്രവൃത്തി അല്ലെങ്കിൽ അടയാളം. അത്ഭുതമെന്നല്ല, പിന്നെന്താ? യേശു തൻ്റെ പ്രവൃത്തികളുടെ ആരംഭമായി, അടയാളങ്ങളുടെ ആരംഭമായി എന്നൊക്കെയാണ് പരിഭാഷയിൽ. പ്രവൃത്തി എന്നുള്ളൂ. ഇനി മറ്റ് മറ്റൊരു കാര്യം, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് വേണ്ടത്ര മുൻതൂക്കം കൊടുക്കാതെ പോയ യോഹന്നാൻ, ഉപമകൾ പരാമർശിക്കാതെ വിട്ട യോഹന്നാൻ, തിരുപ്പിറവി നോക്കാതെ പോയ യോഹന്നാൻ, ഇതൊക്കെ വിട്ടിട്ടൊരു വിഷയം പറയാൻ മറ്റാരെക്കാളും അമിത ആവേശം കാട്ടി. അത് യേശുവിനെ കാണിച്ചു കൊടുത്ത പകലിലും രാത്രിയിലും ക്രൂശിച്ച പകലിലുമായി ഏതാനും മണിക്കൂറുകൾ മാത്രം നടന്ന സംഭവങ്ങൾ വിശദീകരിക്കാൻ 7 അധ്യായം മാറ്റിവെച്ചു. 236 വാക്യങ്ങൾ ചിലവഴിച്ച് യോഹന്നാൻ പറഞ്ഞത് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, ക്രൂശിക്കപ്പെട്ടവനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ടവനെക്കുറിച്ച് പറയാൻ ഇത്രയും വാക്യങ്ങൾ ചിലവഴിച്ചു. ഇനി ഇതിൽ യോഹന്നാൻ 36 പേരുടെ പേര് പറയുന്നുണ്ട്. നിങ്ങൾ എണ്ണിയാൽ കുറേ കൂടെ കിട്ടും, ഞാൻ എണ്ണിയിട്ട് അത്രേ ഉള്ളൂ, അത് കുറയില്ല. ഈ 36 പേരിൽ 19 പേര് സാധാരണ മനുഷ്യരാ. ബാക്കി 17 പേര് അല്പം പേരും പെരുമക്കുള്ള ആളുകളാണ്, പ്രമുഖരാണ്. നിക്കോദിമോസ്, അരിമത്തിലെ യോസഫ്, ഇതൊക്കെയാണ്. അപ്പോസ്തലന്മാരിൽ 9 പേരെയാണ് പരിചയപ്പെടുത്തുന്നത്. 12 പേരിൽ 9 പേരുടെ പേരുണ്ട്. ഒരു പേര്
യോഹന്നാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അത് സ്വന്തം പേരാണ്. ഒരു തവണ പോലും സ്വന്തം പേര് ഈ പുസ്തകത്തിലില്ല. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച്, നമ്മുടെ പേര് വന്ന വഴിക്കൊന്ന് പറയാൻ വിട്ടുപോയെങ്കിൽ നമ്മൾ അന്നേരം അടുത്ത തട്ടിക്കട എടുത്ത് വേറെ സഭ തുടങ്ങും. യഹോവ എൻ്റെ നിന്ന മാറ്റിയെന്ന് പറഞ്ഞല്ലേ, ഗിൽഗാൽ സഭ. സ്വന്തം പേരൊരു തവണ പോലും ഇല്ല. അതാ ക്രിസ്തുവിനെ കണ്ടവൻ്റെ പ്രത്യേകത. ക്രിസ്തുവിനെ ഉയർത്തണം, പരമാവധി യേശുവിനെ. ഹല്ലേലൂയ. മോനെ പിന്നെ ഏതാണ്ട് കുഴപ്പമുണ്ട്. സ്തോത്രം. അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ പരമാവധി യേശുവിനെ ഉയർത്തി, തൻ്റെ പേരില്ല. അത് യോഹന്നാൻ്റെ മാത്രം കാര്യമില്ല കേട്ടോ. ബൈബിൾ എഴുത്തുകാരും സ്വന്തം കാര്യം അങ്ങനെ പറയില്ല. ഞാനത് പഠിച്ച ശേഷം ഈ സാക്ഷ്യം വലിച്ചു നീട്ടി പറയാത്ത ശരി പറയല്ലേ. എൻ്റെ സാക്ഷി ഇന്നും നാളെ കഴിഞ്ഞും പറഞ്ഞാൽ ഒന്നും തീരുകയില്ല. സമയം കൊടുത്ത് നോക്കണം. 5 മിനിറ്റ് പോലും ഇല്ല. സമയം അങ്ങ് കൊടുക്കണം. സാറിൽ ഇങ്ങനെ പറഞ്ഞു എന്നാച്ചാ പറ. ഇതെന്നാ പറയാണ്ടിരിക്കുന്ന? ബോംബെ ചെന്നു, ചായ കുടിച്ചു, കുട്ടപ്പൻ അവിടെ നിൽക്കുകയായിരുന്നു, ബാബുക്കുട്ടി അങ്ങോട്ട് പോയി, ഞാനും ശിവശാമ അങ്ങോട്ട് പോയി. ഇതാണോ ഇതിൻ്റെ അവസാനം? യേശുവിനെ കുറിച്ച് 2 മിനിറ്റ് അത് മതി. കാരണം അറിയോ, പൗലൂസിനെ രക്ഷിക്കാനും നിങ്ങളെ രക്ഷിക്കാനും എന്നെ രക്ഷിക്കാനും യേശുവിന് വന്ന എക്സ്പെൻസ് സെയിമാണ്. സ്വന്തം രക്തം. അങ്ങനെയാണ്. ഈ പാപത്തിൻ്റെ കണക്ക് പറഞ്ഞ് ഞാൻ അതിലേ പോയി എന്ന് പറഞ്ഞ് പരോളിൽ ഇറങ്ങി വന്നാൽ ഈ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരാവേശം. ഇതൊക്കെ കേൾക്കുന്നവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. പരോളിൽ ഇറങ്ങിയവൻ്റെ സാക്ഷി കേൾക്കാൻ ആളുകളങ്ങ് കൂടി. ഇവൻ കുത്തി കൊന്നു, വെട്ടി, വെള്ളമടിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും ഇതൊന്നും ചെയ്യാത്തവർ ഫ്രണ്ടിലിരുന്ന് ഇല്ലാത്ത ശക്തി ഉപയോഗിച്ചാൽ കൈയടിക്കുക. മനസ്സിലായോ? ശ്രദ്ധിച്ച്. അപ്പം തൻ്റെ കാര്യം ഒട്ടും പറയുന്നില്ല ബൈബിൾ എഴുത്തുകാർ. മത്തായിയുടെ സുവിശേഷം എടുത്താൽ പുള്ളി രക്ഷിക്കപ്പെട്ട കഥ പറയുക. ലേവി എന്ന ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരുന്നിരുന്നു. ഇങ്ങനെ വേറൊരു പേരാണ് ലേവി. യേശു പറഞ്ഞു കുഞ്ഞെ കളഞ്ഞിട്ട് വരാൻ. അന്നേരം അവനങ്ങ് പോയി, തീർന്നു. ഇത്രേ ഉള്ളൂ. നമ്മളാണെങ്കിൽ എത്ര പേജ് എഴുതും. ഇതൊക്കെ അറിയണ ഒരു സുവനീർ ഇറക്കി നോക്കാൻ അറിയാം നമ്മുടെ അവസ്ഥ എന്ത് വന്നു. മനസ്സിലായില്ലേ? ഇനിയാണ് ലൂക്കോസ്. പൗലോസ് അനുഭവിച്ച സകല കഷ്ടതകളും കൂടെ നടന്ന് അനുഭവിച്ച മനുഷ്യൻ്റെ പേരാണ് ലൂക്കോസ്. പക്ഷെ ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ഈ കഷ്ടതയെപ്പറ്റി പറഞ്ഞില്ല, എങ്ങും പറഞ്ഞില്ല. പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, ആപത്ത്, കടലിലെ ആപത്ത്, ഇതെല്ലാം കൂടെ നടന്ന് അനുഭവിച്ചെന്ന്. അപ്പം നിങ്ങളോർക്ക് ഇതെങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന്. നമ്മുടെ പൊതു ജീവിതത്തിൻ്റെ തുടക്കം ഒരു ജേർണലിസ്റ്റായിട്ടായിരുന്നു. അതറിയായിരിക്കും അല്ലേ? അറിയാം. അത് ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യും? ഇതൊക്കെ പോയി കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ ബൈബിൾ വായനയെ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. ലൂക്കോസ് ഉണ്ടായിരുന്നു. എങ്ങനെ മനസ്സിലാക്കിയെന്നറിയണ്ടേ? അവിടെ പറയണേ, ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്ത് ത്രോവാസിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ സമത്രക്കയിലേക്കും രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ഒരു തെളിവ്. ഇനി തെളിവ് വേണോ? വൈദ്യനായ പ്രിയ ലൂക്കോസും എന്നോടുകൂടെ ഉണ്ടായിരുന്നു. സെയിൻറ്റ് പോൾ. നമ്മളൊക്കെ ഇത് എഴുതിയെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? പൗലോസ് പഞ്ചായത്തിൽ പോലും ഉള്ളതായിട്ട് എഴുതുകയല്ല. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ത്യാഗം എന്നെല്ലാം പറഞ്ഞ് നീട്ടിയടിച്ച് അപ്പോസ്തല പ്രവൃത്തി എൻ്റെ പ്രവൃത്തിയാക്കി മാറ്റിയനെ. നമ്മുടെ കുഴപ്പം ഇതാന്ന്. ഇന്ന് വലിയ ദൂതൊന്നും കേട്ടില്ലെങ്കിലും നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറണം. ഈ മാനസികാവസ്ഥയിൽ നിന്ന് വേണ്ടേ? പിന്നെ ഒന്ന് മാറണം. ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയെങ്കിൽ ഇതെല്ലാം കൂടെ എഴുതി, കടലിലെ ആപത്ത്, കപ്പലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത് എല്ലാം എഴുതിയിട്ട് കൂടെ എൻ്റെ ഫോൺ നമ്പറും ചേർക്കും, എൻ്റെ അക്കൗണ്ട് നമ്പറും വെച്ചാൽ ഓർക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനാണ്. നിങ്ങൾ ഒക്കെ നമ്മളെ ഏൽപ്പിക്കാൻ ഭാഗ്യമായി ദൈവം. അപ്പോൾ നമ്മളെ പലതും ഏൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? സ്വാർത്ഥത. ക്രിസ്തുവിനെ കണ്ടവന് സ്വാർത്ഥത ഉണ്ടാവില്ല. ക്രിസ്തുവിനെ കണ്ടവൻ അപരനെ കണ്ടിരിക്കും, മറ്റൊരാളെ കണ്ടിരിക്കും. അതിനാണ് സാധു സുന്ദരസിംഗിൻ്റെ അടുത്ത് ചോദിച്ചു, അപരൻ മറ്റൊരാളെ കണ്ടാൽ എങ്ങനെയാകണം? കാരണം അദ്ദേഹത്തിന് അന്ന് തിരുവിതാംകൂർ രാജാവ് കാണാൻ വേണ്ടി വിളിക്കുകയാണ് അങ്ങോട്ട്. സാധു സുന്ദർ സിംഗ് എന്ന പഞ്ചാബിയായ ഒരു ദേവദാസനെ ക്ഷണിക്കുകയാണ് കാണാൻ. രാജാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അന്ന് വാഹനം വിട്ടു. പക്ഷേ സുന്ദരസിംഗ് അതിനേക്കാളൊക്കെ നേരത്തെ വന്ന് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുക, കൊട്ടാരത്തിൻ്റെ മുമ്പിൽ.
കൊട്ടാര വളപ്പിൽ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാ കാണാൻ വന്ന. ഈ മനുഷ്യൻ ഓടി രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, പ്രഭു, ആ രാജവാദിയുടെ മുമ്പിൽ ഒരു ജീസസ് നിൽക്കുന്നു പ്രഭു, വിളിച്ചുകൊണ്ട് വരട്ടെ പ്രഭു. അത്ര തേജസ്സാണ് ആ മുഖകാന്തി. സ്തോത്രം. ഒരു ജീസസ് അവിടെ നിൽക്കുന്നു. രാജാവ് ചോദിച്ചു, ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന് ആദരിച്ചിട്ട് ചോദിക്കുകയാണ്, അപരനെ മറ്റൊരാളെ എങ്ങനെ കാണണം? സുന്ദർസിംഗിൻ്റെ മറുപടി, അപരൻ എന്നൊന്നില്ലല്ലോ, അത് ഞാൻ തന്നെയല്ലേ. കഷ്ടപ്പെടുന്നൊരുവനെ കാണുമ്പോൾ മറ്റൊരുവനല്ല, അത് ഞാൻ തന്നെയാണ്. ഒറ്റപ്പെട്ട ഒരാളെ കാണുമ്പോൾ അത് മറ്റൊരാളല്ല, ഞാൻ തന്നെയാണെന്ന് കരുതുന്ന ഉദാത്ത സ്നേഹമാണ് ക്രിസ്തു ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സ്വയം മറക്കാം, യേശുവിനെ ഉയർത്താം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹം തന്നെക്കുറിച്ച് പറയേണ്ട ചില സ്ഥലം വരും ഈ യോഹന്നാന്. അപ്പോൾ പറയാനൊരു ബന്ധമുണ്ട് യേശുവും യോഹന്നാനും തമ്മിൽ. എന്താ ബന്ധം? യേശുവിൻ്റെ അമ്മയായ മറിയയുടെ അനുജത്തി ശലോമിയുടെ മകനാണ് യേശു, യോഹന്നാൻ. അങ്ങനല്ലേ? അപ്പൻ്റെ പേര് സബദി. ഓക്കെ. ബൈബിൾ ക്വസിന് പിള്ളേർ ചോദിച്ചു, കോരപുത്രന്മാരുടെ അപ്പൻ്റെ പേര് പറയാം. അതും തെറ്റിച്ച പുള്ളികളുണ്ട്. അതാ രസം. എന്ന് പറഞ്ഞാലേ സബദി പുത്രന്മാരെന്ന് പറയല്ലേ അല്ലേ? സബദിയുടെ മക്കളാണ് അവരങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. ജീവിതത്തിലൊരിക്കലും യേശുവിനെ ചേട്ടൻപുള്ളി എന്നൊന്നും വിളിക്കുന്നില്ല, ചേട്ടായി എന്ന് വിളിക്കുന്നില്ല. തന്നെക്കുറിച്ച് പറയുമ്പോഴൊക്കെ യോഹന്നാൻ പറയും, യേശു സ്നേഹിച്ച ശിഷ്യനും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ അറിയപ്പെടാൻ കഴിയുന്നത് എത്ര ഭാഗ്യമല്ലേ? യേശു സ്നേഹിച്ച ഈ സാധുവായ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇനി ഇതിലും വലിയൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നു, നമ്മളിറങ്ങി ഓടി അത് കാണാൻ പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ ജയിക്കുമോ? ജയിക്കുമെന്നൊക്കെ നമ്മുടെ വിചാരം. പിള്ളേരോട് കൂടി നമ്മൾ ജയിക്കുമോ? അമ്മാരോടി ചെല്ലും. യേശു ഉയർത്തെഴുന്നേറ്റു എന്നറിഞ്ഞ് ഓടിപ്പോയി യേശുവിനെ കാണാൻ പോയ കൂടെ ആദ്യം ചെന്ന് കണ്ട പുരുഷൻ്റെ പേരാണ് യോഹന്നാൻ. അനുഭവം ഉണ്ടാരാ? സ്ത്രീകളാണ് അല്ലേ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെട്ട ആർക്കാ? സ്ത്രീകൾക്കാണ്, സഹോദരിമാർക്കാണ്. എൻ്റെ കാരണം അറിയോ? കർത്താവിനറിയാം ഇവരിത് 10 പേരോട് പറഞ്ഞു കിടക്കും, അങ്ങനെയും 10 പേര് അറിയട്ടെന്ന് മനസ്സിൽ പിന്നെ എന്തു ചെയ്യും? ഇത് കുറേ പേരോട് പറയാം, അങ്ങനെയും ഈ ലോകത്ത് വചനം അറിയട്ടെന്ന് യേശു ഓർത്തു. അതുകൊണ്ടൊക്കെയാണ് എൻ്റെ വ്യാഖ്യാനമാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ആളുകൾ ഓടിയ കൂടെ ആദ്യം ചെന്ന് കണ്ട പുരുഷൻ ആരാ? യോഹന്നാനത് എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? പിന്നാലെ പോയ ശിഷ്യൻ മുന്നമേ ഓടിയവരെക്കാൾ വേഗത്തിലോടി ആദ്യം ചെന്ന് യേശുവിനെ കണ്ടു. എന്ത് വളഞ്ഞ ഇത് എഴുതുന്നത്? നമ്മളാണ് എന്തു പറയും? എന്നെ നിന്ദിച്ച ആ ദേശത്ത്, അവഹേളിച്ച ആ ദേശത്ത് ആദ്യം ചെന്നു ഞാനിത് കണ്ടു. ഇതൊന്നും എൻ്റെ പുകഴ്ചയ്ക്കല്ല. പിന്നെ എന്തിനു പറഞ്ഞ? ഹല്ലേലൂയ. അപ്പോഴേ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവരെന്ന് ചിലത് പഠിക്കാനുണ്ട്. അതാ യോഹന്നാൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് യേശുവിൻ്റെ ഓരം ചാരി ഇരിക്കാനാണ്. വേറൊരാഗ്രഹവും പറഞ്ഞില്ല. കോടീശ്വരനാകണമെന്നോ ഒന്നാമനാകണമെന്നോ ഒന്നും പറയാതെ ഞാനിവിടെ ഇരിക്കും. അമ്മ വന്ന് പറയുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്താനൊക്കെ. പക്ഷെ ചൊട്ടുരുമിയിരിക്കുമ്പോൾ മറ്റ് 3 സുവിശേഷരും പറയാത്തൊരു ശൈലി അവന് കിട്ടി. മറ്റെങ്ങും കാണുന്നില്ല ഇത്. എന്നറിയണ്ടേ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആ യേശുവിൻ്റെ വാക്ക്, ആ ബ്ലോക്ക് കൊട്ടേഷൻ അതേപടി എടുത്ത് പ്രയോഗിക്കുന്ന ഒരേ ഒരാൾ യോഹന്നാനാണ്. ഇപ്പോൾ ഒന്ന് മനസ്സിലായോ? ഇങ്ങോട്ട് ചേർന്നിരുന്നാൽ ആർക്കും തരാത്തത് യേശു തരും നമുക്ക്. ആ ഓരം ചേർന്നിരിക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം. എനിക്ക് നിന്നോട് ചേർന്നിരിക്കണം ഗുരു, നിൻ്റെ ഒപ്പം നടക്കണം ഗുരു. ഭൗതികമായ മറ്റൊന്നിനേക്കാൾ എനിക്ക് അങ്ങയോട് ചേർന്ന് നടക്കണം. എത്ര സുഖമുള്ള ജീവിതമാണ് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നത്. കഷ്ടതയിലും പാടുന്ന ആ ജീവിതം എത്ര മനോഹരമാണ്. ഹല്ലേലൂയ. ജയത്തോടെ എനിക്ക് യേശുവിനോട് ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ ലോകം വിട്ടുപോയ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റൂമിലിരുന്ന് ഒരു മെസ്സേജ് പറയാൻ ആ പാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിലെ ആ ദിവാസൻ ഒരു ചെറുപ്പക്കാരനാണ്. ഇതുപോലൊക്കെയുള്ള ചെറിയ സഹോദരന്മാരാണ്, പാസ്റ്റർമാരാണ്. അപ്പോൾ അവരാ രാത്രി ഉറങ്ങാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് പറയുമെന്നൊരു പിടിയില്ല. ആ സമയത്ത് ദൈവം എന്നെ ശക്തീകരിച്ചു. പക്ഷെ അവിടെ ഒരു കാഴ്ച ഉണ്ട്. അതിലൊരു മോനെ നന്ദി പറയാൻ കൊടുത്തു. അവർ ഒരുമിച്ച ബോഡിയൊക്കെ വെച്ച് അതിൽ
ഒരു അപ്പൻ, അതിലൊരു കുഞ്ഞിൻ്റെ ഒരു അപ്പൻ എഴുന്നേറ്റ് ബൈബിളും ഒക്കെ ആയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയാണ്, കുഞ്ഞുങ്ങളെ മരിച്ചുള്ളല്ലോ, യേശു ജീവിക്കുന്നു. ഒരു രണ്ടാളും രക്ഷിക്കപ്പെട്ട സങ്കടമൊന്നുമില്ല, നല്ല ബലം. ലോകമനുഷ്യനത് കിട്ടുമോ? അതാ ഈ പുസ്തകത്തിൻ്റെ കരുത്ത്. എന്തൊരാനന്ദമാണ് മരണത്തിൻ്റെ നടുവിലും. ഞാൻ ശക്തമായൊരു ദൂത് പറഞ്ഞു. ദൈവം ആ ഒരവസ്ഥയിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തി. എന്തിനാ പറഞ്ഞതെന്നറിയണ്ടേ? ഭക്തന് മാത്രം കഴിയുന്ന കാര്യമാണ് കഷ്ടതയിലും പാടാൻ. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് ചേർന്നിരുന്നേ ആരും കേൾക്കാത്ത ശബ്ദം കേൾക്കാം. അങ്ങനെ പാട്ടുകളൊക്കെ പിറവി കണ്ട പഴയ പാട്ട്. ഭക്തനായ എം എ ചെറിയാൻ സാറുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ വർക്കിന് പോയതാ. ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഭാര്യ ഗർഭവതിയാണ്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണം. ഒരു പുരുഷന് ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ. അകത്ത് കിടക്കുകയാണ്. ഒരു പരമ്പ് മറ കിട്ടിയ കുടിലിനുള്ളിൽ കിടക്കുകയാണ്. അവിടെ അതേ കിട്ടിയുള്ളൂ. അവൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സൗകര്യമാരറിയണ്ടല്ലോ, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വ്യഥയുടെ ആഴം അറിയാമല്ലോ. ആ വ്യഥയോർത്താണ് നിങ്ങൾ ഇന്നും കഷ്ടപ്പെട്ടൊരു ജീവിതം സംരക്ഷിച്ച് വച്ചിരിക്കുന്നത്. ഇത് പുരുഷനേക്കാൾ സ്ത്രീയാണ് ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പണിയെടുക്കുന്നത്. സൗരന്മാർ ക്ഷമിക്കണം അങ്ങനെ പറയുമ്പം. അങ്ങനെയല്ലേ? അതേന്ന് നമ്മളെക്കാളുള്ളൊരറിവും പരിജ്ഞാനവും ദൈവാർത്ഥത്തിൽ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെയൊക്കെ ഈ അംഗൻവാടി പോലുള്ള സാധനമില്ലേ, അവിടെ എന്നെയൊക്കെ ഒന്ന് പഠിപ്പിക്കാനെടുത്തേ. രണ്ടാമത്തെ പിടിക്ക് ആ കൊച്ചിനെ പൊക്കിയെടുത്ത് ചെവിക്കുറ്റിക്കിടുന്ന് പോയിച്ചിട്ട് പോടാന്ന് പറയും. നമ്മളെടുക്കുകയല്ല സാറേ. എൻ്റെ കാരണം എന്താ? ഈ മാതൃഹൃദയത്തിനെ പറ്റുള്ളൂ ഈ കുഞ്ഞിനെ. ശരിയല്ലേ? അതുപോലെ ശരിയാന്ന് സമ്മതിക്കാൻ മനസ്സില്ലാത്ത നിങ്ങളുടെ മനസ്സ് ഒക്കെ ഒന്ന് മാറട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ കർത്തദാസൻ, ഈ സഹോദരി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട് കേട്ടോ. പുരുഷനും അന്ന് വലിയ ടെൻഷനാണ്. നിങ്ങളെ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുന്ന ആ ഘട്ടത്തിൽ പുരുഷൻ അനുഭവിക്കുന്ന വ്യഥ ഇവർക്ക് മനസ്സിലാവില്ല. അയാളിലും വരും ഒരു ഭയാനകത. നിങ്ങൾ മരിക്കുമോ, കുഞ്ഞ് മരിക്കുമോ, എന്താകുന്നൊക്കെ ഒരു സൈക്കോളജിക്കലി ഇച്ചിരി ഇഷ്യൂസ് ഉണ്ട്. ഇവിടേക്കാണെങ്കിൽ നമുക്ക് കുറേ റെസ്റ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ അന്നേരം അവനെ തന്നെ മരുന്നിന് ഓടിക്കും. ഇതും മേടിച്ചുകൊണ്ട് വരാൻ ഒരു കുറിപ്പും തന്നു വിടുകയാണ്. എൻ്റെ മോളെ ഇങ്ങനെ ഡെലിവറിയുടെ സമയത്ത് എനിക്ക് കുറേ കുറിപ്പ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുവന്നേ, എനിക്ക് ഓടാൻ നേരമില്ല, നിങ്ങൾ വേണേ പോയി മേടിക്കാൻ പറഞ്ഞു. അന്നത്തെ പ്രായത്തിൽ അന്നത്തെ അരിശം അങ്ങനെയായിരുന്നു. ഞങ്ങൾ കുറേ ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലതാണെന്ന് അർത്ഥത്തിൽ പറഞ്ഞല്ല, ഇയാളിനെ തന്നെ ഓടിക്കരുത് ആ സമയത്തല്ലേ. അപ്പോഴേ ഈ മനുഷ്യൻ ഇങ്ങനെ വ്യഥോടിരിക്കുക, മിനിസ്റ്റിക്ക് എന്ന ആരുമില്ല സഹായിക്കാൻ, ഒറ്റ മനുഷ്യനില്ല. ആ വേദനയിൽ അവസാനം അദ്ദേഹം ഈ ചരലിക്കിടന്നങ്ങ് ഉരുണ്ട്. ഭാര്യയുടെ മരണം കാണാൻ വയ്യ, ആരുമില്ല. ഒരു സന്ധ്യാസമയം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലുണ്ട്, വായിക്കണം. ദൂരെ നിന്നൊരു കാളവണ്ടി വരിക. ആ കാളവണ്ടിയിൽ നിന്ന് 2 പേരിറങ്ങുക. ഒരു സ്ത്രീ ഒരു പുരുഷനും ഇറങ്ങുക. പ്രായമുള്ളൊരു മനുഷ്യനും ഒരു കൊച്ചു പെണ്ണും ഇറങ്ങുക. മലയാളിയിൽ ആണെന്നോർത്ത് അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മലയാളി ഇവിടെങ്ങാനും ഉണ്ടോ എന്നറിയാൻ പലരോട് തിരക്കിയപ്പോൾ പറഞ്ഞു, ഇങ്ങനുണ്ട്, അങ്ങൊരു ഉപകാരം ചെയ്യണം, ഞങ്ങൾക്ക് ഒരു രാത്രി ഒന്ന് കഴിയാൻ ഈ കുടിലിൽ അവസരം തരണം പ്ലീസ്. ഇത് കേട്ടപ്പോൾ ഈ വേദനിക്കുന്ന ദൈവാസം പറഞ്ഞു, സാധിക്കില്ല, കാരണം ഞാൻ കടന്നു പോകുന്ന വേദയുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താ വേദ? ഇന്നതാ കാര്യം, എൻ്റെ വൈഫ് മരിച്ചോന്ന് പോലും അറിയില്ല, നേരിയ ഞെരുക്കം, കാണാൻ ത്രാണിയില്ലാതെ ഞാൻ പുറത്തിരിക്കുക, ചരലിക്കിടന്ന് ഉരുളുക. വന്ന ആൾ പറഞ്ഞ്, പേടിക്കണ്ട, ഇതെൻ്റെ മോളാണ്, അവൾ ഗൈനക്കോളജിസ്റ്റാണ്, അടുത്ത ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കാൻ വന്ന. വഴിദൂരം വന്നപ്പോൾ നേരെ വിരട്ടിയപ്പോൾ ആരുമില്ല. ഇവൾ ബാഗൊക്കെ ആയിട്ട് അടുത്ത് കയറി ഒരു ചോരക്കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്ന് തുണിയിൽ പൊതിഞ്ഞ് കാണിച്ചു. ഒരു കുഴപ്പമില്ല. അങ്ങനെ എഴുതിയ പാട്ടാണ് അനുഗ്രഹത്തിന് അധിപതി. തിരുക്കരങ്ങൾ നല്ല ശിക്ഷയിൽ ഞാൻ പതറില്ല, മക്കളെങ്കിൽ ശാസനകൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. കണ്ട ഭക്തന് വേണ്ടി അന്ന് ആ കുട്ടി ഒരുക്കി വിട്ട ദൈവത്തെ കണ്ടില്ലേ?
ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ക്രിസ്തുവിനോട് ചേർന്നിരിക്കെ ആരും കേൾക്കാത്ത ശബ്ദം, ആരും അറിയാത്ത ദൂത്, ആർക്കും കിട്ടാത്ത ഒരു സന്ദേശം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓരം ചാരി ഇരുന്ന് പഠിക്കണം. ക്രിസ്തുവിൻ്റെ ആ പാദാന്തിക ഇരുന്ന് പഠിക്കണം. സ്തോത്രം. പ്രിയരെ, ആ യോഹന്നാൻ നമുക്ക് ഒരാളെ പരിചയപ്പെടുത്തിയതാണ് വായിച്ചത്. ആ ആളിൻ്റെ പേര് അന്ത്രയോസ് എന്നാണ്. ആദ്യത്തെ ശിഷ്യനാണ് അന്ത്രയോസ്. പലത് കേട്ടിട്ടുണ്ട്, ചില കേട്ടിട്ടില്ല. ഞാനിതിലെ അത്ഭുതം എന്താണെന്നറിയണ്ടേ? നിങ്ങളെങ്ങനെ യേശുവിനെ സ്വീകരിച്ച്, ഞാനെങ്ങനെ സ്വീകരിച്ച്, നമുക്കെല്ലാം ഓരോ അനുഭവമുണ്ട്. സമുദായം വിട്ടിറങ്ങാൻ, ഹിന്ദുമതം വിട്ടിറങ്ങാൻ, ഇസ്ലാമിനെ വിടാൻ, നിരീശ്വരവാദം വിടാൻ നിങ്ങൾക്കൊരനുഭവമുണ്ടൊരു കാരണം. ഒരു രോഗശാന്തിയുടെ, ഒരു ദൈവിക ഇടപെടലിൻ്റെ, എന്തെങ്കിലും ഒരു വിടുതലിൻ്റെ കാരണം. നല്ലത് തന്നെ. പക്ഷേ അന്ത്രയോസ് യേശുവിനെ അനുഗമിക്കുമ്പോഴേ യേശു ഒരു സെലിബ്രിറ്റി അല്ല. നസ്രത്തിലെത്ത അച്ഛൻ്റെ മകനാ. പേരും പെരുമയുമില്ലാത്ത നസ്രത്തിലെത്ത അച്ഛൻ്റെ മകനെ ചൂണ്ടിക്കാട്ടി സ്നാപക യോഹന്നാൻ പറയുക, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വചനം കേട്ട മാത്രയിൽ ഇതുവരെ ഒരു അത്ഭുതവും ചെയ്യാത്ത, എടുത്തു പറഞ്ഞാൽ കടലിൻ മീതെ നടക്കാത്ത, 5 അപ്പം 5000 കൊടുത്തിട്ടില്ലാത്ത, യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചിട്ടില്ലാത്ത, ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ലാത്ത യേശുവിനെ നോക്കിയിട്ടേ സാധാരണ മനുഷ്യനെ നോക്കിയിട്ട് പറയുക, ഇവനാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കെന്ന് പറഞ്ഞപ്പോൾ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനെ കണ്ടിട്ട് ഇവനാണ് എൻ്റെ മശിഹ എന്ന തിരിച്ചറിവിൻ്റെ പേരാ വെളിപ്പാട്. അത് കണ്ടുകൊണ്ട് അന്ത്രയോസ് യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട് പിന്നാലെ ചെന്ന് ചോദിക്കുക, ഗുരു നീ എവിടെ പാർക്കുന്നു? ഇതിച്ചിരി കട്ടിയാ. കാരണം ഇങ്ങനൊരുവനെ തിരിച്ചറിയുക, അത്ഭുതം ചെയ്യുന്നവനെ ആളുകൾക്ക് തിരിച്ചറിയാം. പക്ഷെ ദൂത് കെട്ടിട്ടേ, ദൈവവചനത്തിൻ്റെ പ്രകാശനം അകത്തു വന്നിട്ടേ തിരിച്ചറിഞ്ഞവൻ ഓടിച്ചെന്ന് തൻ്റെ സഹോദരനായ പത്രോസിനെ വിളിച്ചു. പത്രോസിനെ വിളിച്ചിട്ട് പറയുന്ന വാക്ക് അത്ഭുതരാ. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു ബൈബിള് കോപ്പി എഴുതുന്നവൻ്റെ 17 തരത്തിലുള്ള ശ്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത് എഴുതുന്ന പുള്ളിയുടെ പേരാ ശാസ്ത്രി. അത് വ്യാഖ്യാനിക്കുന്നവരാണ് ആ പരീശനും സദൂക്കിനുമൊക്കെ. ഇവരൊക്കെ അന്നും കാത്തിരുന്ന് പഴയ നിയമവും ഇന്നലെ പറഞ്ഞ യെശയ്യാ 53 വായിച്ചിട്ടേ മശിഹ ജനിക്കുന്നത് എവിടെയെന്ന് ന്യായവാദവും തർക്കശാസ്ത്രവുമൊക്കെ പഠിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സംശയം, അവിടെയാണോ ഇവിടെയാണോ അതാണോ ഇതാണോ ഇങ്ങനെ സംശയിച്ചു കൊണ്ടിരിക്കെ ബേസൈദക്കടലിൻ്റെ തീരത്ത് ഒരു സാധു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മത്സ്യബന്ധന തൊഴിലാളിയായ അന്ത്രയോസ് എന്ന മനുഷ്യൻ ഈ ദൂത് കെട്ടിട്ട്, സ്നാപകൻ്റെ പ്രസംഗം കേട്ടിട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് തൻ്റെ അനുജനെ വിളിച്ചിട്ട് പറയുക, ഞങ്ങൾ മശിഹയെ എന്ന് വച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. ഗ്രീക്കിലെ പറയുക യുറീക്കോ. നമ്മുടെ മറ്റേ കക്ഷി പറഞ്ഞ ആർക്കിമിഡീസ് പറഞ്ഞ കാര്യം അത് കേട്ടില്ല കഥ. ആർക്കിമിഡീസിൻ്റെ അങ്ങനെ പറഞ്ഞ യുറീക്ക, നമ്മൾ യുറീക്ക എന്ന് പറഞ്ഞ യുറീക്കോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടു. അങ്ങനെ ഗ്രാമാറ്റിക്കലി അങ്ങനെ വേണം പറയാൻ കറക്റ്റായിട്ട്. ഞാൻ കണ്ടു ആരെ? ന്യായപ്രമാണവും പ്രവാചകന്മാരും. ചുരുക്കത്തിൽ ആദ്യത്തെ ക്രൈസ്തവൻ്റെ ശബ്ദമാക്കട്ടെ, ആദ്യത്തെ ക്രിസ്ത്യാനിയുടെ പേരാ അന്ത്രയോസ്. അന്ത്രയോസ് പക്ഷേ ഈ 3 അപ്പോസ്തലന്മാരിലെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ആ കൂടെ വന്നോ? ലീഡർഷിപ്പ് വന്നില്ല. സുവിശേഷം എഴുതിയോ? ഇല്ല. ലേഖനം എഴുതിയോ? ഇല്ല. ഒരു പ്രസംഗം പറഞ്ഞ് കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ വല്ല പരിഭവമുണ്ടോ? ഇല്ല. ഞാൻ ആദ്യം വന്നേന്ന് പറഞ്ഞേ, നമ്മളിപ്പോൾ ഞാൻ ആ ദേശത്തെ വേല ഇങ്ങനെ കൊണ്ടു നടന്നേന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവകാശവാദം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചർച്ചിന് വാങ്ങിക്കൊടുത്തിട്ട് അതിൻ്റെ ക്ലെയിം. പണ്ട് നമ്മുടെ ഒരു അച്ചാന് ഒരു ഫാൻ മേടിച്ചു കൊടുത്തു. ഫാനൊക്കെ അപൂർവമായിരുന്നൊരു കാലമുണ്ടല്ലോ. ആ ഫാനിൽ അച്ചാൻ്റെ പേര് എഴുതി ഉണ്ണൂണിന്ന്. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പുള്ളി ആരാണ്ടോട് സാക്ഷി പറഞ്ഞാണ്ട് വിഷയമായിപ്പോൾ അതിൻ്റെ താഴെ ഒരു മനുഷ്യനിരിക്കുക. പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് ദൂരെ പോയിരിക്കുക. ഭാഷ ചോദിച്ചാൽ എന്നാ അവിടെ പോയിരിക്കുന്നത്? അങ്ങനെ ഉണ്ണുണ്ണി എന്നെ തണുപ്പിക്കണ്ടെന്ന്. ഇത്തിരി ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ ഉണ്ണുണ്ണിയുടെ തണുപ്പെനിക്ക് പോട്ടെ ഇതാ. പക്ഷേ ഈ പുള്ളി ഇത് മിണ്ടുന്നില്ല. തന്നെ ആരെങ്കിലും ആക്കിയോ ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല. ഈ മനുഷ്യനെ
അല്ലല്ലിയ നേരെ അങ്ങ് ചെന്നിട്ട് കൂട്ടുകാരൻ്റെ പത്രോസിനോട് പറയുക, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒക്കെ പറയുന്നവനെ ഞാൻ കണ്ടെത്തി. 3 സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ അന്ത്രോസിനെ പക്ഷേ കാണാം. സുവിശേഷം എഴുതിയില്ല, അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലേ, അപ്പോസ്തലനാവില്ല, രേഖപ്പെടുത്തിയിട്ടില്ല, പിന്നെ ലേഖനം എഴുതിയില്ല, ഇതൊന്നും ചെയ്തില്ല, നേതാവായില്ല, ഒന്നാമനായില്ല. പക്ഷേ 3 രംഗങ്ങളിൽ കാണാം. ഒന്ന്, പത്രോസിനെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് കൊടുത്തു. 2, 5 അപ്പവും 2 മീനുമുള്ളൊരു കുട്ടിയെ കണ്ടുപിടിച്ച് യേശുവിൻ്റെ അടുത്തുകൊണ്ട് കൊടുത്തു. 3, ശമര്യർക്ക് സുവിശേഷം കേൾക്കണമെന്നറിഞ്ഞപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പത്രോസിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ പ്രസംഗിക്കാൻ. നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ശമര്യർ സുവിശേഷം കേൾക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ അന്ത്രോസ് വഴി നെടുക്കി, എവിടെ പോവാ? പത്രോസിൻ്റെ അടുത്ത്. ഇവിടെ നിൽക്കും. ആരായി പത്രോസ് അറിയോ? ഇല്ല, എൻ്റെ അനിയനാ. അവനെങ്ങനാ വന്നതെന്നറിയോ? ഈ ഞാൻ പറഞ്ഞാലും അവൻ പറഞ്ഞാലും ഒക്കും. നിങ്ങളിവിടെ നിൽക്കും. ഇയാളിത് പറഞ്ഞ് കുളവാക്കി കളയും. ചില നല്ല കാര്യത്തിനാണ് സുവിശേഷം പറയുന്നത്, പിന്നെ നമുക്ക് ആ വഴി പോകണ്ട. ശരിയല്ലേ? ഞാനൊരുത്തരോട് ചോദിച്ചു, ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? 3-4 തവണ ചോദിച്ചപ്പോൾ ഇവനെ സംശയത്തോട് ചോദിച്ചാൽ എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, പിന്നെ നീ ആ വഴിക്ക് ആർക്കും പോകണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. ട്രാക്റ്റോ കൊടുത്ത് പോകുന്നതാണ്, മനുഷ്യനെ പരിചയപ്പെടുന്ന ചിലർ. പണ്ട് ഒരു കശാപ്പുകാരൻ രക്ഷിക്കപ്പെട്ടു, നല്ല മനുഷ്യരായിരുന്നു. ഈ മീശയൊന്നും കളഞ്ഞില്ല, ഇങ്ങനെ കൊമ്പമീശയൊക്കെ ഉണ്ട്. ഒരു പെങ്കൊച്ച് ഇറച്ചി മേടിക്കാൻ വേണ്ടി രാവിലെ ചെന്നാൽ പുള്ളി സുവിശേഷം പറയാമെന്നോർത്ത് ഈ കന്നാലി ഇങ്ങനെ വെട്ടി, നമ്മുടെ നാട്ടിലെ പരിപാടിയുണ്ട്, ഇങ്ങനെ കെട്ടിയിട്ടേക്കുക. പുള്ളി ഈ കത്തി 2 തേപ്പും തേച്ച് ചോദിച്ചു, പേരെന്താന്ന് ചോദിച്ചു. അത് സൗമ്യ. ഇങ്ങനെ വെട്ടി വെച്ചു. വീണ്ടും ചോദിച്ചു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? കൊച്ചു പേടിച്ച് നിൽക്കുക, മിണ്ടാതെ എന്തോ പറഞ്ഞു. വീണ്ടും തേച്ചിട്ട് ഒരൊറ്റ വെട്ടും വെട്ടിയിട്ട് ചോദിച്ചു, സ്നാനപ്പെട്ടാണോ? അടുത്ത വെട്ടിന് ചോദിക്കുക, അഭിഷേകം പ്രാപിച്ചാണോ? കൊച്ചു ഇറച്ചി മേടിക്കാതെ ഓടിക്കളഞ്ഞു, അലറിക്കൊണ്ട് ഓടിയുന്നു. നല്ല കാര്യത്തിന് ചെയ്യുന്ന പാളിപ്പൂ. അത് വരാതിരിക്കാൻ അന്ത്രോസ് എന്ത് ചെയ്തു? പത്രോസിനോട് പറഞ്ഞു പ്രസംഗിക്കാൻ. 3 സന്ദർഭം. എന്താ മനസ്സിലായി? ഒരു സുവിശേഷകൻ്റെ ആത്മാവ് അന്ത്രയോസിൽ. ആത്മാക്കളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആ സ്പിരിറ്റ് കയറി വരണം. ജനത്തെ കർത്താവിലേക്ക് നേടണം. ഈ ശൂന്യതയൊക്കെ മാറണം. ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരണം. ഈ ദേശത്തെ മുഴുവൻ കർത്താവ് മാറ്റണം. ശുഭകരമല്ലാത്ത വാർത്തകളൊക്കെ നമ്മുടെ പരിസര ഇടങ്ങളിൽ നിന്ന് കേട്ടത് പാസ്റ്റർ ഒന്ന് പരോക്ഷമായി സൂചിപ്പിച്ചു. അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. മാറ്റിയെടുക്കാൻ കഴിയുന്ന ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ ഇതിനകത്തുനിന്ന് പൊട്ടിപ്പുറപ്പെടണം. ഒന്ന് സമർപ്പിക്കാൻ ആർക്ക് സാധിക്കും? പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ കയറി വന്നാട്ടെ. പാട്ട് പാടുന്നത് പെട്ടെന്ന് വന്നാട്ടെ. പാടി ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് നമ്മൾ പിരിയാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ത്രോസ് യേശുവിനെ കണ്ടെത്തി. ആ കണ്ടെത്തൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞങ്ങൾ മശികയെ കണ്ടെത്തി. ആ കണ്ടെത്തൽ ലോകത്തോട് വിളിച്ചു പറയാനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് ഇത് നമ്മളിലെല്ലാം ഉണ്ടാകേണ്ടത്. എനിക്കും പറയണം എൻ്റെ യേശു ആരാന്ന്. ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, എത്രത്തോളം യേശുവിനെക്കുറിച്ച് പറയാൻ ആത്മാർത്ഥത വരുന്നോ അതിനനുസരിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ അവൾ നമ്മളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിന്ന് ഉറപ്പിക്കണം, ഇന്ന് സ്വർഗത്തിൽ എൻ്റെ പേരാകട്ടെ ചർച്ചാ വിഷയങ്ങളിലൊന്ന്. അതുകൊണ്ട് ഞാൻ അവനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. കിട്ടുന്ന ഇടങ്ങളിലൊക്കെ എൻ്റെ രക്ഷകനെ ഉയർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ചേർന്നൊരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.